ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത്യാവശ്യം ടൈമും വേണം, അതുപോലെ തന്നെ അത്യാവശ്യം സാധനങ്ങളും വേണം, ഓവനും, അതുപോലെ തന്നെ നമ്മൾ മാവ് കുഴക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ടൈം എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അതേ ഒരു ടേസ്റ്റില്ല. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന ആ പിസ്സയുടെ കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പിസ്സയിൽ ചീസ് തീരെ യൂസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ചീസിന് പകരം ഞാനിവിടെ വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കിട്ടും. അപ്പോൾ കട്ട കൂടാതെ നമുക്ക് ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബട്ടറും പൊടിയും കൂടെ നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ മാവ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ പൊടിയും ഈ ബട്ടറും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ 2 സെക്ഷനായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട. പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് പാൽ ഇതിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പൊടിയൊന്ന് ഈ മൈദ ഒന്ന് വേവുന്ന രീതിയിൽ, കുറുകി വരുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഇടയ്ക്ക് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് മൈദ പെട്ടെന്ന് കട്ട കുത്തും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇൻ കേസ് നിങ്ങളിത് കുറുക്കുമ്പോൾ കുറച്ച് കട്ടി കൂടുതൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സോസ് പോലെ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പിസ്സ സോസ് തയ്യാറാക്കണം. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും 1/4 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട്, നമ്മളൊരു സ്പൈസിനനുസരിച്ചിട്ടൊക്കെ മുളക് പൊടി ചേർത്തി കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പും, അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തി കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. പിസ്സയ്ക്ക് വേണ്ട 2 സോസ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചീസിന് പകരം വൈറ്റ് സോസാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ആദ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് തിക്നെസ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ തിക്നെസ് കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണ് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ തിക്നെസ് ഒന്ന് കുറഞ്ഞിട്ട് നമ്മളെ സോസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരും. അപ്പോൾ അത് ഓവർ തിക്നെസ് പാടില്ല നമ്മൾ ഈ ഒരു വൈറ്റ് സോസിന്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിസ്സ സോസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്തത്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സവോളയും ഒരു ചെറിയൊരു തക്കാളിയും, നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചില്ലിയും, പിന്നെ 4 ഗാർലിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്താൽ നമ്മളെ സോസ് റെഡിയാവും. നമ്മൾ ഈ പിസ്സയിൽ ചേർക്കുന്ന സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്തി കൊടുക്കാം. ഞാനിവിടെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഓയിലിട്ടിട്ട് ഒരു 15 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കുക. 15 സെക്കൻഡിൽ കൂടുതൽ വഴറ്റരുത്, നമ്മൾ പിസ്സയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ ഒരു 15 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് ഈ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ 15 സെക്കൻഡ് ആയിട്ടുണ്ട്, അതിൽ കൂടുതൽ നേരം വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് തന്നെ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്തി കൊടുക്കാം. ഇവിടെ ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം അധികം വഴറ്റേണ്ട ആവശ്യമില്ല, 1 മിനിറ്റിൽ കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഈ ക്യാപ്സിക്കത്തിന് ഒരു പച്ച ടേസ്റ്റ് ഉണ്ട്, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വഴറ്റിയിട്ടൊന്നും ചേർക്കാറില്ല. അത് ഇപ്പോൾ നമ്മൾ ബ്രെഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് ടൈം ആകെ 3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ക്യാപ്സിക്കം അതുപോലെ തന്നെ സവാള ഒന്നും വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറിയിട്ടേ നമ്മൾ പിസ്സയിൽ വെച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ സാധാരണ പിസ്സ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമ്മൾ ഓവനിലാണെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ വെന്ത് വരാനുള്ള ഒരു ടൈമുണ്ട്. നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് സോയാ സോസും കൂടി പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം, വെജിറ്റബിൾസ് ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആവുമെന്ന് വേണ്ട, ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ചൊരു ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു ഭാഗമായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ ബട്ടർ സ്പ്രെഡ് ആക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അധികം തേക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഇങ്ങനെ 2 ഭാഗം ആക്കിയെടുക്കാം. ഞാൻ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള പിസ്സയുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് സോസിന് പകരം ചീസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒന്ന് വാട്ടി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാപ്സിക്കം കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഏതൊക്കെ താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒലീവ്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒലീവ്സ് ഒന്നും യൂസ് ചെയ്യണില്ല, ഈ 2 വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റ് സോസ് കുറച്ചും കൂടെ തേച്ച് കൊടുക്കാം, ഒരു ചീസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിൽ കുറച്ചും കൂടെ നമ്മൾ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിസ്സ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചൂട് തട്ടുമ്പോഴത്തേക്കും നല്ല ക്രിസ്പായി വരും. അപ്പോൾ ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ചീസും ഓവനും ഒന്നും വേണ്ട നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്